അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കുരുവട്ടൂർ ഷെയ്ഖ് മുരീദ് ഇങ്ങനെ വീഡിയോകൾ ഒരുപാട് ഇങ്ങനെ കാണുകയുണ്ടായി. ഷെയ്ഖ് വലിയുല്ലാഹി, കുരുവട്ടൂർ വലിയുല്ലാഹി എന്ന് കേൾക്കുന്നുണ്ട്. ഏതായാലും വലിയുല്ലാഹിയോട് ഒരു കാര്യം പറയാനുണ്ട്. വലിയുല്ലാഹിയുടെ മുരീദുകളോട് വലിയുല്ലാഹി പറയണം, അതായത് നിങ്ങളുടെ തരീഖത്ത് ഏതാണ് വലിയുല്ലാഹിയെ? നിങ്ങളുടെ തരീഖത്ത് ഏതാണ്? ദജ്ജാലി തരീഖത്താണോ, ബുഹ്താനി തരീഖത്താണോ, ഇബ്ലീസ് തരീഖത്താണോ? കാരണം നിങ്ങളുടെ മുരീദുകളോട് നിങ്ങൾ പറയണം, യഥാർത്ഥ ഒരു മാന്യനായ വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഷെയ്ഖ് പോയിട്ട് ഒരു മാന്യനായ ഒരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, ഇങ്ങനെ കളവ് പറയരുത്, ഗൈബത്ത് പറയരുത്, ഇല്ലാത്തത് പറയരുത്, ജനങ്ങളെ കബളിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ ഷെയ്ഖ് പോയിട്ട് വലിയ പോയിട്ട് ഒരു എലി പോലും ആവാത്ത ഒരവസ്ഥയാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെയുള്ള കളവ് പറയുന്ന, ഗൈബത്ത് പറയുന്ന, ജനങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന ഇങ്ങനെയുള്ള മുരീദുകളെ വെച്ച് ഇങ്ങനെ പോയി തുള്ളി ചാടി അതിനെ ന്യായീകരിച്ച്, എന്ത് ശരീഅത്തിന് വിരുദ്ധമായ ഏത് കാര്യങ്ങളും ചെയ്ത് അതിനെ ന്യായീകരിച്ച് അതിനൊരു സ്റ്റേജും കെട്ടി ഒരു 4 ബംഗാളികളെയും അവിടെ ഇരുത്തി ഇങ്ങനെ തൊള്ളി തോന്നിയത് ഇങ്ങനെ പറഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ വിട്ട് ഇങ്ങനെ കാശുണ്ടാക്കി ഇങ്ങനെ ജീവിക്കലാണ് നിങ്ങളുടെ പരിപാടി. അപ്പോൾ ഒരു കാര്യം ഷെയ്ഖുകളോടും മുരീദുകളോടും പറയാനുള്ളത്, നിങ്ങളെ കണ്ടപ്പോൾ യഥാർത്ഥ ഒരു മുഅ്മിന് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെയുള്ള കളവ് പറയുന്നവർ, ഗൈബത്ത് പറയുന്നവർ, തെറി പറയുന്നവർ ഇവർ ഒരിക്കലും തുടരാൻ പറ്റിയവരല്ല. അപ്പോൾ നിങ്ങളെ ആ ചെയ്തി തന്നെ നിങ്ങളെ ആൾക്കാർ വെറുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഈ കള്ളത്വരീഖത്തിൻ്റെ ശല്യത്തിൽ നിന്ന് അല്ലാഹു തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഓരോരുത്തരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ എന്താണ് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് ഒരുപാട് ദജ്ജാലുകൾ വരുമെന്നാണ്. ദജ്ജാലിൻ്റെ പരിപാടി എന്താണ്? ജനങ്ങളെ ഈമാൻ തെറ്റിക്കുക, ഇസ്ലാമിൻ തെറ്റിക്കുക. അപ്പോൾ അള്ളാഹിനെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ, അള്ളാഹിനെക്കുറിച്ച് അള്ളാഹ് ഒരു കഴിവില്ലാത്തവനും മനുഷ്യന്മാരെല്ലാം കഴിവുള്ളവരും എന്നാക്കി തീർത്തുകൊണ്ട് അള്ളാഹിനെ നിസാരപ്പെടുത്തിക്കൊണ്ട് ഈമാനിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ദജ്ജാൽ ചെയ്യുന്നത്. അവസാനം ഈമാനുള്ളവരെല്ലാം കുഫറിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ളതാണ്. പിന്നെ ഇവർ പിടിച്ചിരിക്കുന്നത് ചില ഔലിയാക്കന്മാരെ അവർ വലുതായി ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു ഇവർ സുന്നികളായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കെണിയിൽപ്പെട്ട് ഒരുപാട് നല്ല മനുഷ്യന്മാർ ഇവരെ കെണിയിൽപ്പെട്ടിട്ടുണ്ട്. അവർ അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളാവുമ്പോൾ രാവിലെ മോമിനായവൻ വൈകുന്നേരം കാഫിറായിരിക്കും, വൈകുന്നേരം മോമിനായ രാവിലെ കാഫിർ. ഇങ്ങനെ പെട്ടെന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇങ്ങനെയുള്ള പുത്തനാശയും അതുപോലെ കള്ളത്വരീഖത്തും ഇതിലൂടെയാണ് ജനങ്ങൾ ഈമാനിൽ നിന്ന് പുറത്തു പോകുന്നത്. എന്താണ് ഒരു ഈസി ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന എൻജോയ്മെൻറ്റ് എന്താണുള്ളത്? അവർ നാളെ പറയും നിസ്കാരം വേണ്ട, മറ്റൊരു കാര്യം പറയും ഇത് ശരീഅത്ത് ഞങ്ങൾക്ക് ബാധകമല്ല. ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു സന്തോഷമായി, ജനങ്ങളെല്ലാം അവരെ കൂടെ കൂടി. ഓറ് ആണെങ്കിൽ ഒരു പണ്ഡിത വേഷധാരികളല്ല, അപ്പോൾ ജനങ്ങളെല്ലാം അവർക്കുള്ള ആ വഞ്ചനയിൽ കുടുങ്ങി. അതാണ് സാധാരണക്കാരൻ ചീത്തയായാൽ അതിൻ്റെ കൊണക്കേട് ഒരല്പമാണ്, ഒരു പണ്ഡിത വേഷധാരി മോശമായാൽ അതിൻ്റെ നാറ്റം വലുതാണ്. ഏതുപോലെന്ന് വെച്ചാൽ ഒരു ചക്ക കട്ടതുപോലെയും അതുപോലെ തന്നെ സാധാരണക്കാരൻ കേടായാൽ ഒരു ചക്ക കട്ടതുപോലെ, ഒരു ചക്ക പോലെയാണ്. ചക്കയിൽ ഒരു ഭാഗം കേടായിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗം നല്ലതായിട്ടുണ്ടാവും. ഒരു മുസ്ലിയാർ, ഒരു പണ്ഡിതൻ്റെ വേഷധാരി മോശമായാൽ മുട്ട പോലെയാണ്, മുട്ട കേടായാൽ ഒരു ഭാഗവും നല്ലത് ഉണ്ടാവില്ലല്ലോ. അതുപോലെയാണ് ഇവരുടെ അവസ്ഥ. ഒരുപാട് കാലമായി ഇങ്ങനെ പണ്ഡിതന്മാരെ ഇങ്ങനെ ചീത്ത പറയില്ല. അധികമായിട്ട് ചീത്ത പറയുന്നത് കാന്തപുര ഉസ്താദിനെയും അനുയായികൾ. കാരണം എല്ലാ കള്ളന്മാരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എതിരായിട്ട് ആര് വരുന്നുണ്ടോ അവരെല്ലാം പിടിച്ചു കിട്ടാൻ വളരെ ശക്തരായ പണ്ഡിതന്മാർ പ്രവർത്തിക്കുന്ന ഒരു സമസ്തയാണ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിൻ്റെ കീഴിലുള്ളത്. അതുകൊണ്ട് അവരെ തന്നെ ആഞ്ഞടിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന നാൾ വരെ ഒരു വിഭാഗം സത്യത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കും, അവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. അതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിൻ്റെ ആ ഒരു സംഘടന. അല്ലാഹു തആല അവരുടെ പിന്നാലെ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാം.